വിവിധ ഇടങ്ങളിൽ KSRTC ബസ്സുകളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം കോഴിക്കോട് നിന്ന് ദിലീഷ തിലകനും അതുപോലെ കോട്ടയത്ത് നിന്ന് ശ്രീനിധി പ്രദീപും അതുപോലെ മലപ്പുറത്ത് നിന്ന് വർഷ ഗിരീഷും തത്സമയം ചേരുന്നു. ആദ്യം ദിലീഷ തിലകൻ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ദിലീഷ, കോഴിക്കോട് എങ്ങനെയുണ്ടായിരുന്നു സൗജന്യ യാത്രാ പദ്ധതി ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടതിന് ശേഷം? വനിതകൾ ഒരുപാട് ഈ ഓർഡിനറി സർവീസുകൾ കയറാനുണ്ടായിരുന്നു, വിവരങ്ങൾ? ഈ സ്ത്രീ ശാക്തീകരണ പുതുയുഗ യാത്രയ്ക്ക് കോഴിക്കോട് ശുഭാരംഭം കുറിച്ചിരിക്കുകയാണ്. MK രാഘവൻ MP ആദ്യ ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. പൈമ്പ്രയിലേക്കാണ് ആദ്യ സർവീസ്. ഈ ദൃശ്യങ്ങളിൽ കണ്ടാൽ തന്നെ മനസ്സിലാകും, ബസ്സിൽ നമുക്ക് നിൽക്കാൻ പോലുള്ള സ്ഥലമില്ല, അത്രയ്ക്ക് വനിതകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. വലിയ ആവേശത്തോടെ അവരെല്ലാവരും ഈ പ്രിയദർശിനി സൗജന്യ യാത്രയെ വരവേൽക്കുകയാണ് എന്നുള്ളതാണ്. എന്ത് തോന്നുന്നു? ഹായ് SKN, വളരെ സന്തോഷം തന്നെ. ബിക്കോസ് ഓഫ് SIM ട്രാൻസ് പേഴ്സൺ ഞങ്ങളെയും കൂടി അംഗീകരിക്കുന്നു, ശ്രദ്ധിക്കുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ ഈ സൗജന്യ യാത്ര മാറി മാറി വരുന്ന ഏതൊരു സർക്കാരും ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഇതൊരു പുതിയതാണ്, ആദ്യമായിട്ടാണ്, ഇതൊരു ചരിത്ര നിമിഷമായിട്ടാണ്. അതിൻ്റെ ഒരു ത്രില്ലുണ്ട്. പിന്നെ വളരെയധികം ഹാപ്പിയാണ്. KSRTC തന്നെയാണോ ആശ്രയിക്കുന്നത്? KSRTCയിലല്ല, എല്ലാ ബസ്സിലും പ്രൈവറ്റ് ബസ്സിലും കയറാറുണ്ട്. പക്ഷേ ഇനി മുതൽ KSRTCയിലേ കയറൂ. കാരണം നമ്മൾക്ക് ഇതിലാണല്ലോ സൗജന്യം സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. അത് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താനുള്ള എല്ലാ ശ്രമവും ചെയ്യുന്നതാണ്. SKN ആദ്യ സീറോ ടിക്കറ്റ് വിദ്യാ ബാലകൃഷ്ണൻ MLAക്ക് നൽകിയാണ് ഈ കോഴിക്കോട് MK രാഘവൻ MP ഫ്ലാഗ് ഓഫ് ചെയ്തത്. എന്തായാലും ജനപ്രതിനിധികളടക്കം ഇവിടെ ബസ്സിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഷാഫി പറമ്പിൽ MP, അതുപോലെ K ജയന്ത് MLA, K പ്രവീൺകുമാർ MLA, MK രാഘവൻ MP എല്ലാവരും ഉണ്ട്. അങ്ങനെ തുടക്കമായിരിക്കുകയാണ് സൗജന്യ യാത്ര. ഇത് ചരിത്രത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു നിമിഷമായി ഭാവിയിൽ കേരള രാഷ്ട്രീയം ഇത് അടയാളപ്പെടുത്തും. കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതങ്ങൾക്ക്, അവരുടെ സ്വപ്നങ്ങൾക്ക് ഈ സർക്കാർ, UDF സർക്കാർ, VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ചിറക് മുളപ്പിച്ചിരിക്കുക. കൂടെ പഠിച്ചവരെ കാണാൻ, കുടുംബാംഗങ്ങളെ കാണാൻ, ജീവിതത്തിൽ ഒരിക്കലും സാധ്യമാകില്ല എന്ന് കരുതിയ സ്വപ്നങ്ങളിലേക്ക് അവർക്ക് നടന്നെടുക്കാൻ സാധിക്കും. വയനാടൻ മലനിരകളിലേക്ക് യാത്ര പോകാൻ, പാലക്കാട്ടേക്ക് പോകാൻ, ഗുരുവായൂരിൽ തൊഴാൻ, മാഹി പള്ളിയിൽ പോകുവാൻ, അങ്ങനെ ജീവിതത്തിൽ മാറ്റിവെച്ച സ്വപ്നങ്ങളൊക്കെയും ഇന്ന് സ്ത്രീകൾക്ക് അവരുടെ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി പോകാനുള്ള ഒരു അവസരം ഈ സർക്കാർ തന്നിരിക്കുക. SKN MK രാഘവൻ MP കൂടി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അങ്ങനെ ആ യാത്ര ഇവിടെ തുടങ്ങുകയാണ് അല്ലേ? അതെ, UDF തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ കാര്യങ്ങൾ വാക്കുപാലിക്കുന്നു. അതിന്റെ തുടക്കമാണ് KSRTC ബസ്സുകളിൽ സഹോദരിമാർക്ക് സൗജന്യമായ യാത്ര. പ്രത്യേകിച്ച് ഈ യാത്രയിലൂടെ ഒരു കാര്യം വ്യക്തമാണ്, ഈ ഗവൺമെന്റ് ഈ സ്ത്രീകളുടെ മനസ്സുകളിൽ VD സതീശൻ ഗവൺമെന്റ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.